നമസ്കാരം കൂട്ടുകാരെ. 9ാം ക്ലാസ്സിലെ ഗണിതശാസ്ത്രത്തിൻ്റെ 1ാം അധ്യായമായ സമവാക്യ ജോഡികളുടെ 8ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്ന സമവാക്യ ജോഡികളുടെ പ്രത്യേകത എന്താണ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ പഠന ലക്ഷ്യം എഴുതാം, അല്ലെങ്കിൽ ആദ്യം പറയാം. നമുക്ക് രണ്ട് സമവാക്യങ്ങൾ തന്നിട്ടുണ്ടാവുമല്ലോ. എക്സും വൈയുമുള്ള രണ്ട് സമവാക്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ടാവും. അതിൽ രണ്ട് സമവാക്യങ്ങളെയും വ്യത്യസ്ത സംഖ്യകൾ കൊണ്ട് ഗുണിച്ച് ഏതെങ്കിലും ഒരു ചരത്തിൻ്റെ ഗുണകങ്ങൾ തുല്യമാക്കി പ്രശ്നം പരിഹരിക്കുക. അതാണ് നമ്മുടെ പഠന ലക്ഷ്യം. ഓക്കെ, അതായത് രണ്ട് സമവാക്യങ്ങളെയും വ്യത്യസ്ത സംഖ്യകൾ കൊണ്ട് ഗുണിച്ച് ഏതെങ്കിലും ഒരു ചരത്തിൻ്റെ ഗുണകങ്ങൾ തുല്യമാക്കി പ്രശ്നപരിഹാരം കാണുക. ഇതാണ് ഈ വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് രണ്ട് ചരങ്ങളിലുള്ള രണ്ട് സമവാക്യങ്ങൾ. അപ്പോൾ നമുക്ക് ഉദാഹരണമായി 3x പ്ലസ് 2y സമം 8, അത് ഒന്നാമത്തെ സമവാക്യം. ഇനി 4x പ്ലസ് 5y 13, സമവാക്യം 2. ഈ രണ്ട് സമവാക്യങ്ങൾ, ഇതിൻ്റെ പ്രത്യേകത നോക്കൂ. 3നെ ഏതെങ്കിലും എണ്ണൽ സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് 4 കിട്ടുമോ? ഇല്ല. 2നെ ഏതെങ്കിലും എണ്ണൽ സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ 5 കിട്ടുമോ? ഇല്ല. അപ്പോൾ ഇവിടെ നമുക്ക് ഒന്നാമത്തെ സമവാക്യത്തെ ഒരു എണ്ണൽ സംഖ്യ കൊണ്ട് ഗുണിച്ച് 4 ആക്കാൻ പറ്റില്ല. അതേപോലെ 2നെ ഒരു എണ്ണൽ സംഖ്യ കൊണ്ട് ഗുണിച്ച് 5 ആക്കാൻ പറ്റില്ല. ഓക്കെ, ഇങ്ങനത്തെ സമവാക്യങ്ങൾ അത് പരിഹരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതിനുവേണ്ടി ഒന്നാമത്തെ സമവാക്യത്തെ ഒരു സംഖ്യ കൊണ്ട് ഗുണിക്കുന്നു. രണ്ടാമത്തെ സമവാക്യത്തെയും നമ്മൾ വേറൊരു സംഖ്യ കൊണ്ട് ഗുണിക്കുന്നു. അപ്പോൾ എക്സിൻ്റെയോ അല്ലെങ്കിൽ വൈയുടെയോ ഗുണകങ്ങൾ തുല്യമാവും. പിന്നെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇവിടെ ശ്രദ്ധിക്കാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമുക്ക് ഒരു കാര്യം ശ്രദ്ധിക്കാം. എക്സിൻ്റെ ഗുണകങ്ങൾ ഇവിടെ ഏതൊക്കെയാണ്? 3ഉം 4ഉം. ഓക്കെ, ഇവിടെ നിങ്ങൾ സംഖ്യകൾ രണ്ട് തരത്തിൽ പഠിച്ചിട്ടുണ്ട്: ഭാജ്യസംഖ്യകളും അഭാജ്യസംഖ്യകളും. ഈ 3 എന്ന് പറയുന്നത് ഒരു അവിഭാജ്യ സംഖ്യയാണ്.
4 ഒരു ഭാജ്യസംഖ്യയാണ്. ഓക്കെ, എന്തുകൊണ്ടാണ്? 3ൻ്റെ ഘടകങ്ങൾ 1ഉം 3ഉമാണ്. 4ൻ്റെ ഘടകങ്ങൾ 1, 2, 4ആണ്. അപ്പോൾ ഒരു സംഖ്യയ്ക്ക് 1ഉം ആ സംഖ്യയും മാത്രമാണ് ഘടകങ്ങൾ വരുന്നതെങ്കിൽ അത് അവിഭാജ്യ സംഖ്യയായിരിക്കും. അപ്പോൾ 3 അവിഭാജ്യ സംഖ്യയാണ്. ഇവിടെ 1ഉം 4ഉം അല്ലാതെ 2ഉം ഒരു ഘടകമാണ്. അതുകൊണ്ട് 4 ഭാജ്യസംഖ്യയാണ്. 2നെ 2 കൊണ്ട് ഗുണിച്ചാൽ 4 കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ 2 ഭാജ്യസംഖ്യയായത്. ഓക്കെ, ഇനി വൈയുടെ ശ്രദ്ധിക്കൂ. വൈയുടെ ഗുണകങ്ങൾ. വൈയുടെ ഗുണകങ്ങൾ ആരൊക്കെയാണ്? 4ഉം 2ഉം 5ഉം. ഓക്കെ, ഇവിടെ രണ്ടുപേരും എന്താ? 2ൻ്റെ ഘടകങ്ങൾ 1ഉം 2ഉം. ഈ 2നൊരു പ്രത്യേകതയുണ്ട്. ഏക, ഇരട്ട ഭാജ്യസംഖ്യ. ഏക, ഇരട്ട അവിഭാജ്യ സംഖ്യ. ഓക്കെ, അപ്പം 2 മാത്രമാണ് ഇരട്ടസംഖ്യയായിട്ടുള്ള അവിഭാജ്യ സംഖ്യ. ബാക്കി എല്ലാ ഇരട്ടസംഖ്യകളും എന്തായിരിക്കും? ഭാജ്യസംഖ്യയായിരിക്കും. കാരണം എല്ലാ ഇരട്ടസംഖ്യകളുടെയും ഘടകം 2 വരും. 2 എല്ലാ ഭാജ്യസംഖ്യകളുടെയും ഘടകമാണ്. അതുകൊണ്ട് 2 ഒഴികെയുള്ള എല്ലാ ഇരട്ടസംഖ്യകളും ഭാജ്യസംഖ്യയാണ്. അപ്പോൾ ഇവിടെ വൈയുടെ ഗുണകങ്ങൾ ആരൊക്കെ? വൈയുടെ ഗുണകങ്ങൾ 2ഉം 5ഉം. ഇത് രണ്ടും എന്താണ്? അവിഭാജ്യ സംഖ്യയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ഏതെങ്കിലും ഒരു ഗുണകം അവിഭാജ്യ സംഖ്യ ആയാൽ നമുക്ക് ഈ രീതി ഉപയോഗിക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇവിടെ 2നെ നമ്മൾ പരിഗണിക്കേണ്ട. ഓക്കെ, അപ്പോൾ 2 അല്ലാത്ത അവിഭാജ്യം ഉണ്ടെന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഇവിടെ 3 അവിഭാജ്യ സംഖ്യയാണ്. അതുകൊണ്ട് നമുക്ക് എന്താണ്? 3നെ ഗുണിച്ച് 4 ആക്കാനോ അല്ലെങ്കിൽ 4നെ ഗുണിച്ച് 3 ആക്കാനോ പറ്റുന്ന ഒരു എണ്ണൽ സംഖ്യ ഉണ്ടായിരിക്കില്ല. കാരണം രണ്ടും തുല്യമാണല്ലോ. അതേപോലെ 5 അവിഭാജ്യ സംഖ്യയാണ്. അപ്പോൾ 5നെ ഏതെങ്കിലും ഒരു എണ്ണൽ സംഖ്യ കൊണ്ട് ഗുണിച്ച് 2 ആക്കാൻ പറ്റുമോ? ഇല്ല. അതേപോലെ 2നെ ഏതെങ്കിലും ഒരു എണ്ണൽ സംഖ്യ കൊണ്ട് ഗുണിച്ച് 5 ആക്കാൻ പറ്റുമോ? ഇല്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ അവസ്ഥയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? 2 സമവാക്യത്തെയും വ്യത്യസ്തമായ ഓരോ എണ്ണൽ സംഖ്യ കൊണ്ട് ഗുണിച്ച് എക്സിൻ്റെയോ അല്ലെങ്കിൽ വൈൻ്റെയോ ഗുണകങ്ങൾ തുല്യമാക്കി മാറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യാന്നറിയോ? ഒന്നാമത്തതിൽ എക്സിൻ്റെ ഗുണകം എത്രയാണ്? 3ആണ്. അതുകൊണ്ട് ഒന്നാമത്തെ സമവാക്യത്തെ നമ്മൾ രണ്ടാമത്തെ സംഖ്യയിലെ ഗുണകം കൊണ്ട് ഗുണിക്കുക. അതായത് സമവാക്യം 1 ഇൻറ്റു എന്ത് ചെയ്യുക? 4. ഈ 4 എന്ന് പറഞ്ഞാൽ എന്താണ്?
രണ്ടാമത്തെ സമവാക്യത്തിലെ എക്സിൻ്റെ ഗുണകം. അപ്പോൾ സമവാക്യം 1-നെ രണ്ടാമത്തെ സമവാക്യത്തിലെ എക്സിൻ്റെ ഗുണകം കൊണ്ട് ഗുണിക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 12x പ്ലസ് 8y സമം 32. ഇത് സമവാക്യം 3. ഇനി എന്ത് ചെയ്യണം? നമ്മുടെ സമവാക്യം 2-നെ എന്ത് ചെയ്യുക? 3 കൊണ്ട് ഗുണിക്കുക. 3 എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നാമത്തെ സമവാക്യത്തിലെ എക്സിൻ്റെ ഗുണകം. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടും? 3 കൊണ്ട് ഗുണിച്ചാൽ സമവാക്യം 2-നെ 3 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 4 3 12x പ്ലസ് 5 × 3 15y 13 × 3 39. ഇത് സമവാക്യം 4. ഓക്കെ, ഇനി എന്താണ്? ഇവിടെ സമവാക്യം 3 4 പരിശോധിച്ചാൽ എക്സിൻ്റെ ഗുണകങ്ങൾ തുല്യമായല്ലോ. ഇപ്പോൾ ഇത് ക്യാൻസലായി പോകണം. ക്യാൻസലായി പോകണമെങ്കിൽ ഇതിൽ നിന്ന് ഇത് കുറയ്ക്കുക, അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഇത് കുറയ്ക്കുക. ഏതിന് ഏത് കുറയ്ക്കണം? 8 15. അതിനേക്കാൾ നല്ലത് 15-ൽ 4 കുറയ്ക്കുന്നതാണ്. അപ്പോൾ എന്ത് ചെയ്യണം? ഇനി സമവാക്യം 4-ൽ നിന്നും സമവാക്യം 3 കുറച്ചാൽ എന്ത് കിട്ടും? 12x-ഉം 12x-ഉം പോയി. 15y മൈനസ് 8y 39 മൈനസ് 22 7y 7y 7/7 y സമം 1 എന്ന് കിട്ടും. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? y1 എന്ന് സമവാക്യം 1-ൽ കൊടുത്താൽ ഉപയോഗിച്ചാൽ എന്താണ് വരിക? 3x പ്ലസ് 2y 2 × 1 8 3x പ്ലസ് 2 8 3x 8 മൈനസ് 2. അപ്പോൾ 3x 6 x 6/3. അപ്പോൾ എന്ത് കിട്ടും? x 2 എന്ന് കിട്ടും. ഓക്കെ, ആയതുകൊണ്ട് x 2 y 1. ഇതാണ് നമ്മുടെ ഉത്തരം കിട്ടുക. ഓക്കെ, അപ്പോൾ നമുക്ക് 2 സമവാക്യങ്ങൾ ഉണ്ട്. 2 സമവാക്യങ്ങളിൽ എക്സിൻ്റെ ഗുണകങ്ങൾ പരിശോധിക്കുക. എക്സിൻ്റെ ഏതെങ്കിലും ഒരു ഗുണകം, അല്ലെങ്കിൽ 2 എണ്ണം, രണ്ടും അവിഭാജ്യമാവാം, ഏതെങ്കിലും ഒരു ഗുണകം 2 അല്ലാത്ത അവിഭാജ്യ സംഖ്യ ആയാൽ y എന്ന് പറയുന്ന ചരത്തിൻ്റെ ഗുണകങ്ങൾ നോക്കുക. അതും ഏതെങ്കിലും ഒരെണ്ണം അവിഭാജ്യമാണ്. ഓക്കെ, ഏതെങ്കിലും ഒരെണ്ണം അല്ലെങ്കിൽ രണ്ടും
അവിഭാജ്യ സംഖ്യ ആയാൽ നമുക്ക് ഈ രീതി ഉപയോഗിക്കാം. ഈ രീതിയിൽ ഒന്നാമത്തെ സമവാക്യത്തെ രണ്ടാമത്തെ സമവാക്യത്തിലെ എക്സിൻ്റെ ഗുണകം കൊണ്ട് ഗുണിക്കുക. അതാണ് ഇവിടെ ചെയ്തത്. സമവാക്യം 1-നെ രണ്ടാമത്തെ സമവാക്യത്തിലെ എക്സിൻ്റെ ഗുണകം കൊണ്ട് ഗുണിച്ചു. അപ്പം നമുക്ക് മൂന്നാമതൊരു സമവാക്യം കിട്ടും. ഇനി രണ്ടാമത്തെ സമവാക്യം, അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഒന്നാമത്തെ സമവാക്യത്തിലെ എക്സിൻ്റെ ഗുണകം കൊണ്ട് ഗുണിക്കുക. അപ്പോൾ എന്തായിരിക്കും? എക്സിൻ്റെ ഗുണകങ്ങൾ തുല്യമാവും. ഓക്കെ, ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എക്സിൻ്റെ ഗുണകത്തിന് പകരം വൈയുടെ ഗുണകം ഉപയോഗിക്കാം. അപ്പോൾ രണ്ട് സ്ഥലത്തും വൈയുടെ ഗുണകമായിരിക്കും ഉപയോഗിക്കേണ്ടത്. അപ്പോൾ സമവാക്യം 1 ഗുണിക്കണം രണ്ടാമത്തെ സമവാക്യത്തിലെ വൈൻ്റെ ഗുണകം. അപ്പോൾ മൂന്നാമത്തെ സമവാക്യം കിട്ടും. ഇതെല്ലാം ഉണ്ടാവുക വേറെ ആയിരിക്കും. സമവാക്യം 2-നെ ഒന്നാമത്തെ സമവാക്യത്തിലെ വൈയുടെ ഗുണകം കൊണ്ട് ഗുണിക്കുക. അപ്പം നമുക്ക് സമവാക്യം 4 കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ ഗുണകങ്ങൾ തുല്യമാവുന്നത് എക്സിൻ്റെ ആയിരിക്കില്ല, വൈയുടെ ആയിരിക്കും. അപ്പോൾ വൈ ക്യാൻസലായി പോകുന്ന രീതിയിൽ എന്ത് ചെയ്യണം? സമവാക്യം 3-നെയും 4-നെയും കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. എന്നിട്ട് എക്സ് കണ്ടുപിടിക്കും. അതുപയോഗിച്ച് വൈ കണ്ടുപിടിക്കും. ഓക്കെ, അതാണ് ഇതിലെ രീതി. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് എന്താണ്? രണ്ട് സമവാക്യങ്ങൾ, രണ്ട് ചരങ്ങളുള്ള രണ്ട് സമവാക്യങ്ങൾ തന്നിട്ടുണ്ട്. രണ്ട് ചരങ്ങളുടെയും ഗുണകങ്ങൾ ഏതെങ്കിലും ഒരു സമവാക്യത്തിലെങ്കിലും അവിഭാജ്യ സംഖ്യ ആയാൽ, രണ്ട് അല്ലാത്ത അവിഭാജ്യ സംഖ്യ ആയാൽ നമുക്ക് ഒന്നാമത്തെ സമവാക്യത്തെ രണ്ടാമത്തെ സമവാക്യത്തിലെ എക്സിൻ്റെ ഗുണകം കൊണ്ടും രണ്ടാമത്തെ സമവാക്യത്തെ ഒന്നാമത്തെ സമവാക്യത്തിലെ എക്സിൻ്റെ ഗുണകം കൊണ്ടും ഗുണിച്ച് രണ്ട് പുതിയ സമവാക്യങ്ങൾ കിട്ടുന്നു. അതിനെ ആ പുതിയ രണ്ട് സമവാക്യങ്ങൾ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്താൽ വൈയുടെ വില കിട്ടും. അതുപയോഗിച്ച് നമുക്ക് എക്സ് കണ്ടുപിടിക്കാം. ഓക്കെ, ഒരു പോയിന്റും കൂടിയും എന്ത് ചെയ്യാം? നമുക്കിവിടെ എഴുതി വയ്ക്കാം. എക്സ് വൈ ചരങ്ങൾ ഉള്ള രണ്ട് സമവാക്യങ്ങളിൽ എക്സിൻ്റെയും വൈയുടെയും ഏതെങ്കിലും ഒരു ഗുണകം രണ്ട് അല്ലാത്ത അവിഭാജ്യ സംഖ്യയായാൽ ഈ രീതി ഉപയോഗിക്കാം. അതായത് ഈ രീതി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആദ്യം എന്തു ചെയ്യണം? സമവാക്യം 1-നെ
സമവാക്യം 2-ലെ എക്സിൻ്റെ ഗുണകം കൊണ്ട് ഗുണിക്കുക. അപ്പോൾ സമവാക്യം 3 കിട്ടും. ഓക്കെ, ഇനി രണ്ടാമത് എന്താണ് ചെയ്യേണ്ടത്? സമവാക്യം 2-നെ സമവാക്യം 1-ലെ എക്സിൻ്റെ ഗുണകം കൊണ്ട് ഗുണിച്ചാൽ സമവാക്യം 4 കിട്ടും. ഓക്കെ, ഇനി ചെയ്യേണ്ടത് എന്താണ്? സമവാക്യം 3-ഉം 4-ഉം കൂട്ടിയോ കുറച്ചോ, ഇവിടെ എക്സ് ക്യാൻസലായി പോവും, വൈയുടെ വില കണ്ടെത്താം. ഇനി നമുക്ക് എന്താണ് കണ്ടെത്താം? അത് കഴിഞ്ഞാൽ ഈ വൈയുടെ വില ഉപയോഗിച്ച് എക്സ് കണ്ടെത്താം. ഓക്കെ, ഇതാണ് ഈ രീതി. അപ്പോൾ രണ്ട് സമവാക്യങ്ങളിൽ എക്സിൻ്റെയും വൈയുടെയും ഏതെങ്കിലും ഒരു ഗുണകം രണ്ടല്ലാത്ത അവിഭാജ്യ സംഖ്യയായാൽ രണ്ട് സമവാക്യങ്ങളെയും ഗുണിക്കണം. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ചോദ്യം ചെയ്തു നോക്കാം. അപ്പോൾ നമുക്ക് ചെയ്തു നോക്കിയാലോ? അപ്പോൾ നമ്മൾ പേജ് 14-ലുള്ള ഈ ചോദ്യമാണ് ചെയ്യാൻ പോകുന്നത്. ചെറിയ പാത്രത്തിൽ 5 തവണയും വലിയ പാത്രത്തിൽ 2 തവണയും വെള്ളം നിറച്ച് ഒരു തൊട്ടിയിൽ ഒഴിച്ചപ്പോൾ 20 ലിറ്റർ. അപ്പോൾ നമുക്ക് ചെറിയ പാത്രം, അപ്പോൾ അങ്ങനൊരു ചെറിയ പാത്രം ഉണ്ടെന്ന് വിചാരിക്കാം. പിന്നെ ഒരു വലിയ പാത്രം, പിന്നെ നമുക്ക് ഒരു തൊട്ടിയുണ്ട്. ഓക്കെ, അപ്പോൾ ചെറിയ പാത്രത്തിൽ 5 തവണ, അപ്പോൾ ചെറിയ പാത്രത്തിൽ വെള്ളം നിറച്ചിട്ട് ഇതിലേക്ക് ഒഴിക്കുക. 5 തവണ ഒഴിക്കുന്നു. ഇതിൽ നിറച്ചിട്ട് 2 തവണ ഇതിലേക്ക് ഒഴിക്കുന്നു. അപ്പോൾ നമുക്ക് 20 ലിറ്റർ കിട്ടും. ചെറിയ പാത്രത്തിൽ 2 തവണ, അപ്പോൾ ഇതിന് 2 തവണ ഇതിലേക്ക് ഒഴിക്കുന്നു. വലിയ പാത്രത്തിൽ 3 തവണ ഒഴിക്കുന്നു. അപ്പോൾ 19 ലിറ്റർ കിട്ടും. അങ്ങനെയാണെങ്കിൽ ഓരോ പാത്രത്തിലും എത്ര ലിറ്റർ വെള്ളം കൊള്ളും? ഇതിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളും? അതേപോലെ ഇതിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളും? അപ്പോൾ ഇതിൽ കൊള്ളുന്ന വെള്ളം നമുക്ക് എന്ത് ചെയ്യാം? എക്സ് ആക്കി എടുക്കാം. ഇതിലുള്ളത് വൈ ആക്കി എടുക്കാം. ഓക്കെ, അപ്പോൾ ചെറിയ പാത്രത്തിൽ എക്സ് ലിറ്ററും വലിയ പാത്രത്തിൽ വൈ ലിറ്ററും കൊള്ളും എന്ന് കരുതുക. ഓക്കെ,
അപ്പോൾ ഇനി നിബന്ധന 1 പ്രകാരം നിബന്ധന 1 ചെറിയ പാത്രത്തിൽ 5 തവണ, അപ്പം അത് 5x. വലിയ പാത്രത്തിൽ 2 തവണ 2y, അപ്പോൾ 20 ലിറ്റർ. ഇത് സമവാക്യം 1. ഇനി ചെറിയ പാത്രത്തിൽ 2 തവണ, 2 തവണ എന്ന് പറയുമ്പോൾ 2x. വലിയ പാത്രത്തിൽ 3 തവണ 3y, അത്രയും ഒഴിച്ചു കഴിഞ്ഞാൽ 19 ലിറ്റർ. 2x പ്ലസ് 3y 19. ഓക്കെ. ഇനി ഇവിടെ എക്സിൻ്റെ ഗുണകങ്ങൾ 5ഉം 2ഉം ആണ്. 5 അവിഭാജ്യ സംഖ്യയാണ്. ഇവിടെ 2, 3 ആണ് y. 3 അവിഭാജ്യ സംഖ്യയാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? സമവാക്യം 1നെ 2 കൊണ്ട് ഗുണിക്കും. ഓക്കെ. പിന്നെ സമവാക്യം 2നെ 5 കൊണ്ട് ഗുണിക്കും. ഇങ്ങനെ എഴുതി വെച്ചാൽ എളുപ്പമാണ്. അപ്പോൾ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ 5 × 2 10, 10x. 2 × 2 4y, 20 × 2 40. സമവാക്യം 3. ഇനി 5 കൊണ്ടാണ് 2നെ ഗുണിക്കേണ്ടത്. 5 × 2 10x, 5 × 3 15y, 5 × 19. 5 × 19 എന്ന് പറയുമ്പോൾ 95. ഓക്കെ. ഇനി ഇവിടെ സമവാക്യം 3ലും 4ലും എന്താണ്? എക്സ് തുല്യമാണ്. അപ്പോൾ ഇത് ക്യാൻസലായി പോകണം. അപ്പോൾ ഇത് ക്യാൻസലായി പോകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 10ൽ നിന്നും 10 കുറയ്ക്കണം. എവിടുന്ന് കുറയ്ക്കാം? ഇതിൽ നിന്നും ഇത് കുറയ്ക്കാം. അപ്പോൾ സമവാക്യം 4ൽ നിന്നും സമവാക്യം 3 കുറച്ചാൽ 15y മൈനസ് 4y, 95 മൈനസ് 40, 15-ന് 4 പോയാൽ 11, 11y 55. അപ്പോൾ y എത്ര കിട്ടും? 55/11 y 5 എന്ന് കിട്ടും. ഓക്കെ. ഇനി y 5 ആണെങ്കിൽ നമുക്ക് y 5 എന്ന് സമവാക്യം 1ൽ ഉപയോഗിച്ചാൽ 5x പ്ലസ് 2 × y, y 5 20. 5x പ്ലസ് 10 20, 5x 20 മൈനസ് 10, അപ്പോൾ 5x 10, x 10/5, x 2. ഓക്കെ.
അപ്പോൾ നമുക്ക് ഇവിടെ എക്സ് 2 കിട്ടി, വൈ 5 കിട്ടി. അതെ, വൈ 5 കിട്ടി. അപ്പോൾ ചെറിയ പാത്രത്തിൽ 5 തവണ, അപ്പോൾ നമുക്ക് I2 10, വലിയ പാത്രത്തിൽ 2 തവണ, 5 5 10. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 20 ലിറ്റർ ഇതിൽ കിട്ടും. ശരിയാണ്. ഇനി ചെറിയ പാത്രത്തിൽ 2 തവണ, 2 തവണ ആകുമ്പോൾ 2 2 4. വലിയ പാത്രത്തിൽ 3 തവണ, അപ്പോൾ I3 15. അപ്പോൾ എത്ര കിട്ടും? 19 ലിറ്റർ കിട്ടും. ഓക്കെ, അപ്പോൾ ആദ്യം 20 ലിറ്റർ കിട്ടി, പിന്നെ രണ്ടാമത് 19 ലിറ്റർ കിട്ടി. അപ്പോൾ ശരിയാണ്. ഓക്കെ, അപ്പോൾ ചെറിയ പാത്രത്തിൽ 2 ലിറ്ററും വലിയ പാത്രത്തിൽ 5 ലിറ്ററുമാണ് കൊള്ളുക. ചെറിയ പാത്രത്തിൽ 2 ലിറ്ററും വലിയ പാത്രത്തിൽ 5 ലിറ്ററും കൊള്ളും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ എന്താണ് നമ്മൾ ഉദ്ദേശിച്ചത് എന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടി ഞാൻ പറയാം. നമുക്ക് 2 സമവാക്യങ്ങൾ തന്നിട്ടുണ്ടായിരിക്കും, 2 ചരങ്ങളുള്ള 2 സമവാക്യങ്ങൾ. ഉദാഹരണം 5x + 2y = 20, 2x + 3y = 19. ഇവിടെ എക്സിൻ്റെ ഗുണകങ്ങൾ നോക്കുക. അതിൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും അഭാജ്യസംഖ്യ ആകുകയാണെങ്കിൽ, രണ്ടല്ലാത്ത അഭാജ്യസംഖ്യ ആവുകയാണെങ്കിൽ വൈയുടെ നോക്കാം. വൈയുടെയും ഏതെങ്കിലും ഒരെണ്ണം രണ്ടല്ലാത്ത അഭാജ്യസംഖ്യയാണെങ്കിൽ നമുക്ക് സമവാക്യം 1-നെ സമവാക്യം 2-ലെ എക്സിൻ്റെ ഗുണകം കൊണ്ട് ഗുണിച്ച് മൂന്നാമത്തെ സമവാക്യം ഉണ്ടാക്കുക. സമവാക്യം 2-നെ സമവാക്യം 1-ലെ എക്സിൻ്റെ ഗുണകം കൊണ്ട് ഗുണിച്ച് നാലാമത് സമവാക്യം ഉണ്ടാക്കുക. ഇനിയിപ്പോൾ എക്സിൻ്റെ ഗുണകത്തിന് പകരം വൈ ഉപയോഗിച്ചാലും മതി, പക്ഷെ രണ്ടിലും ഒരേ തന്നെ ഉപയോഗിക്കുക. ഒന്നാമത്തെ സമവാക്യത്തിൽ വൈയുടെ ഗുണകം കൊണ്ടാണ് ഗുണിക്കുന്നതെങ്കിൽ രണ്ടാമത്തെ സമവാക്യത്തിലും വൈയുടെ ഗുണകം തന്നെ ഉപയോഗിക്കുക. ഇനി സമവാക്യം 3-ഉം 4-ഉം തമ്മിൽ കൂട്ടിയോ കുറച്ചോ നമുക്ക് വൈ കണ്ടെത്താം. ആ വൈ ഉപയോഗിച്ച് എക്സ് കണ്ടെത്താം. ഇതാണ് നമ്മൾ ഇന്ന് പഠിച്ച രീതി. ഓക്കെ, മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യങ്ങളാണ് ചെയ്യാനുള്ളത്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. പിന്നെ കൂട്ടുകാരെ, ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, മറക്കരുത്. ഓക്കെ, താങ്ക് യു.